ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ്. പൗർണമി ധ്യാനം അല്ലെങ്കിൽ ഫുൾ മൂൺ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം. അതിൻ്റെ ഗുണങ്ങളും മനസ്സിലാക്കാം. എല്ലാവരെയും സ്നേഹത്തോടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കടലിലെ തിരമാലകളെ നിങ്ങൾക്കറിയാം, ചന്ദ്രൻ നന്നായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ജലാംശത്തെയും മനസ്സിനെയും ചന്ദ്രൻ സ്വാധീനിക്കുന്നുണ്ട്. ഈ ഊർജത്തെ പോസിറ്റീവായി മാറ്റുവാനായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള വഴിയാണ് പൗർണമി ധ്യാനം അല്ലെങ്കിൽ ഫുൾ മൂൺ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് പൗർണമി ധ്യാനം? പൗർണമി ദിനത്തിൽ ഭൂമിയിലെ ഊർജം അല്ലെങ്കിൽ എനർജി വളരെ ഉയർന്ന നിലയിലായിരിക്കും. ചന്ദ്രൻ പൂർണ്ണതയിൽ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഒരു കണ്ണാടി പോലെയാണ്. അത് നമ്മുടെ വികാരങ്ങളെയും ചിന്തകളെയും പ്രതിഫലിക്കുന്നുണ്ട്. നമ്മുടെ ശരീരം 70% ജലമാണ്. വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാക്കാൻ ചന്ദ്രന് സമുദ്രത്തെ സ്വാധീനിക്കാൻ കഴിയുമെങ്കിൽ അതേ ചന്ദ്രന് നമ്മുടെ ശരീരത്തിലെ ജലാംശത്തെയും അതുവഴി നമ്മുടെ മനസ്സിനെയും വികാരങ്ങളെയും സ്വാധീനിക്കാനായിട്ട് കഴിയും. ഈ സമയത്ത് ധ്യാനം ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലുള്ള പ്രാണശക്തിയെ, ലൈഫ് ഫോഴ്സ് എനർജിയെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. പൗർണമി ധ്യാനത്തിന്റെ ഗുണങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. മനസ്സിനെ ശാന്തമാക്കാനും അനാവശ്യമായിട്ടുള്ള ചിന്തകൾ നീക്കം ചെയ്യാനും സഹായിക്കുന്നുണ്ട്. ആഗ്രഹങ്ങൾ സഫലമാക്കാൻ, മാനിഫെസ്റ്റേഷൻ. പൗർണമി ദിനത്തില് ഉയർന്ന ഊർജം നമ്മുടെ ലക്ഷ്യങ്ങൾ, ഗോൾസ് വേഗത്തിൽ നടപ്പിലാക്കാൻ സഹായിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, ശരീരത്തിനും മനസ്സിനും ഉന്മേഷം. നഷ്ടപ്പെട്ട ഊർജം വീണ്ടെടുക്കുവാനും അല്ലെങ്കിൽ റീചാർജ് ചെയ്യാനായിട്ട്, ശരീരത്തിന് ആ ഒരു ഉന്മേഷം നൽകുവാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. നാലാമത്തത്, നല്ല ഉറക്കം കിട്ടാനായിട്ട് നമ്മളെ ധാരാളമായിട്ട് ഈ ഒരു മെഡിറ്റേഷൻ സഹായിക്കുന്നുണ്ട്. അഞ്ചാമത്തത്, വികാരങ്ങളെ നിയന്ത്രിക്കാനായിട്ട്, ദേഷ്യം, സങ്കടം തുടങ്ങിയ വികാരങ്ങളെ നിയന്ത്രിച്ചു നിർത്താനായിട്ട് പൗർണമി ധ്യാനം ധാരാളമായി സഹായിക്കുന്നുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എങ്ങനെ ധ്യാനം ലളിതമായി ചെയ്യാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സ്ഥലം തിരഞ്ഞെടുക്കുകയാണ്. ശാന്തമായ ഒരിടം നിങ്ങൾ എപ്പോഴും കണ്ടെത്താനായിട്ട് ശ്രദ്ധിക്കണം. സാധ്യമാണെങ്കിൽ ആ ഒരു ചന്ദ്രന്റെ പ്രകാശം ഉണ്ടല്ലോ, നിലാവ്, നിങ്ങളുടെ ശരീരത്തിന്റെ നേരിട്ട് ഏൽക്കുന്ന സ്ഥലത്ത് ഇരിക്കുക. അത് മുറ്റത്താവാം അല്ലെങ്കിൽ ടെറസിലാവാം. നിങ്ങൾക്ക് ഏതാണോ ഉത്തമമായിട്ടുള്ളത് അത് തിരഞ്ഞെടുക്കുക. രണ്ടാമത്തെ കാര്യം, ഇരിപ്പിടം. സുഖകരമായ ഒരു അവസ്ഥയിൽ നമ്മൾ ഇരിക്കണം. അത് ചമ്രം പണിഞ്ഞിരിക്കുകയോ അല്ലെങ്കിൽ കസേരയിലിരിക്കുകയോ, ഇനി അങ്ങനെയല്ല നിങ്ങൾക്ക് കിടന്നാണ് മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് തോന്നുന്നത്, അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. നട്ടല് നിവർന്നിരിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത്, ചന്ദ്രനെ നോക്കുക. കുറച്ച് സമയം ചന്ദ്രനെ നോക്കിയിരിക്കുക. ആ ഒരു വെളിച്ചം നിങ്ങളുടെ ശരീരത്തിലേക്ക് ഒഴുകിയെത്തുന്നതായി സങ്കല്പിക്കണം. നാലാമത്തത്, ശ്വസനം. കണ്ണുകൾ അടച്ച് ദീർഘമായി ശ്വാസം എടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ പോസിറ്റീവ് ഊർജം നിറയുന്നതായും പുറത്തേക്ക് വിടുമ്പോൾ ടെൻഷനുകൾ എല്ലാം ഒഴിഞ്ഞു പോകുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കണം. അഞ്ചാമത്തത്, കൃതജ്ഞത, ഗ്രാറ്റിറ്റ്യൂഡ്. നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിച്ച എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയണം. ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാം,